ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ ചീഫ് പേട്ടണും CBC പ്രസിഡന്റും തൃശൂർ മെത്രാപ്പൊലീത്തയുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പല്ലിശ്ശേരിയിലെ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ സന്ദർശനം നടത്തി. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ കോ-ഫൗണ്ടറും സിഒയുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ, അഡ്മിനിസ്ട്രേറ്റർ റവറൻ സിസ്റ്റർ റൊസാൽബ, നഴ്സിംഗ് സൂപ്രണ്ട് റവറൻ സിസ്റ്റർ സൗമി മരിയ, ട്രസ്റ്റിമാരായ ബെന്നി തെക്കിനിയത്ത്, ജോസ് തൊമ്മാന, സിസ്റ്റേഴ്സ്, മറ്റ് ടീം അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് ആർച്ച് ബിഷപ്പിനെ സ്വീകരിച്ചു. സാന്ത്വന പരിചരണത്തിൽ കഴിയുന്ന മാർ താഴത്തിന്റെ മാതൃ സഹോദരിയുടെ മകൻ ആന്റണിയെ സന്ദർശിക്കുന്നതിനാണ് അദ്ദേഹം ശാന്തിഭവനിലെത്തിയത്. പാലിയേറ്റീവ് ആശുപത്രിയും ദേവദയം എൽഡർ വില്ലേജുമെല്ലാം ആർച്ച് ബിഷപ്പ് സന്ദർശിച്ചു. ദേവദയത്തിലെ അംഗങ്ങളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ദേവദയത്തിന്റെ ഭാഗമായ സാന്റാമിയാനോ ഹിൽ ടോപ്പ് കിച്ചൺ റെസ്റ്റോറന്റിൽ ചേർന്ന യോഗത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സംസാരിച്ചു. സാന്ത്വന പരിചരണ മേഖലയിൽ ശാന്തിഭവനിലൂടെ സമർപ്പിതർ ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങൾ ജോലി തേടി കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ മുതിർന്നവരായ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയുണ്ട്. ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് ശാന്തിഭവൻ ഒരുക്കിയിരിക്കുന്ന ദേവദയം എൽഡർ വില്ലേജ് എന്നും ആർച്ച് ബിഷപ്പ് തുടർന്ന് പറഞ്ഞു. മക്കളൊക്കെ ഉണ്ട്, പക്ഷെ മക്കളൊരു നാട്ടിലില്ല. ഇപ്പം നിങ്ങളുടെയും സ്ഥിതി അത് തന്നെയല്ലേ. അപ്പോൾ മിക്കവാറും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് മക്കൾ. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു കൂട്ടായ്മയാണ് പ്രധാനപ്പെട്ടത്. എല്ലാവരും വർത്തമാനം പറയാൻ ആരെങ്കിലും ഉണ്ടാവുക, വേണ്ടി വന്ന ഭക്ഷണത്തിന്, ചികിത്സ വരുമ്പോൾ അതിനും സൗകര്യത്തിനും ഉണ്ടാകുക. അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ ഇങ്ങനെയുള്ള എൽഡർ വില്ലേജുകളും ഒപ്പം തന്നെ അതിനോടനുബന്ധമായിട്ട് ഇപ്പോൾ ഒത്തിരി പദ്ധതികൾ. ഇപ്പോൾ അവസാനം ഞാൻ കേൾക്കുന്നത്, ഇപ്പോൾ സിനിമയുടെ കാര്യം കേൾക്കുന്നതും തിയേറ്റർ കേൾക്കുന്നതും ഇപ്പോൾ അവസാനമാണ്. ഇനി അതുപോലെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതെ, അതുപോലെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ വേറെ പദ്ധതികളും ഉണ്ടാകും എല്ലാത്തിനും. ഏതായാലും ജോയിച്ചൻ്റെ ഈ തലയിൽ ഇത്രമാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ വിഭാവന ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷം. ഏതായാലും എല്ലാം നന്മയ്ക്കായി ഭവിക്കട്ടെ. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമഹത്വം, മനുഷ്യ നന്മ, ഇത് മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾക്ക് സമർപ്പിതരായ സിസ്റ്റേഴ്സിനെയും ഇതിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഒരു നല്ല ഞായറാഴ്ച ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദി. പാലിയേറ്റീവ് കെയർ, എൽഡേഴ്സ് കെയർ എന്നിവയ്ക്ക് പുറമെ സ്കിൽ ട്രെയിനിങ് മേഖലയിലേക്കും ശാന്തിഭവൻ കടന്നതായി കോ-ഫൗണ്ടറും സിഒയുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ പറഞ്ഞു. പരിശീലനം നേടാനായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ശാന്തിഭവനിൽ എത്തിത്തുടങ്ങിയതായും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. അവിടുത്തെ ബിഷപ്സ് കോൺഫറൻസിലെ നമുക്ക് ഈ പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ സാധിച്ചപ്പോൾ 15 ബിഷപ്സും മത്സരത്തോടു കൂടിയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് അവരവരുടെ രൂപതകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തു വന്നത്. ഈവൻ ഗോഹട്ടിക്ക് അപ്പുറത്തുള്ള ഒരു ഡയോസിസ്, പേരെനിക്ക് ഓർമ്മിക്കുക, പിന്നെ പോൾ പിതാവ്, നമ്മുടെ അന്തമാരിക്കാരൻ, അദ്ദേഹം അവിടുത്തെ ഹൈവേയിൽ തന്നെ ഒരു 2.5 ഏക്കറോളം സ്ഥലം ഈ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് അപ്പം തന്നെ ഓഫർ ചെയ്ത്, നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകരുത്, അത് നല്ലൊരു സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളവിടെ അവതരിപ്പിച്ചത് പാലിയേറ്റീവ് സർവീസ് അല്ല, നമ്മൾ അവതരിപ്പിച്ചത് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അവർക്കത് വലിയ സന്തോഷമായിട്ട് തോന്നി. നമ്മൾ ഈ ചെറുപ്പക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം, താമസം, അക്കാഡമിക് ട്രെയിനിങ് ആൻഡ് ക്യാൻസർ ട്രെയിനിങ്, ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് അവർക്ക് ഓഫർ ചെയ്തത്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ വൈവിധ്യമേറിയ സേവനങ്ങളെക്കുറിച്ച് ദീപിക സൺഡേയിൽ പ്രസിദ്ധീകരിച്ച പ്രത്യേക ഫീച്ചർ വായിക്കാനും ആർച്ച് ബിഷപ്പ് സമയം കണ്ടെത്തി. സിസ്റ്റർ അനിത, സിസ്റ്റർ ജിസ്മരിയ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും ആർച്ച് ബിഷപ്പിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു.